എനിക്കറിയത്ത് പോലും ഇടപെട്ട ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതും. ഞെട്ടിക്കുന്ന സത്യം ഗ്ലാമി ഗംഗ എല്ലാവരും മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം? സത്യത്തിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന അപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ചെറുക്കൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഗ്ലാമി ഗംഗയ്ക്ക് അറിയുമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഇവർ ശരിക്കും വിവാഹിതർ ആയിരുന്നോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണോ? എന്താണ് സംഭവം? എല്ലാത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഗ്ലാമി ഗംഗ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒന്നൊന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഗ്ലാമി ഗംഗ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ അപ്പു എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ്റെ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, 2ാം ഘട്ടമാണ്, എല്ലാ കാര്യവും എനിക്കറിയാം. അതേ കല്യാണത്തിൽ ഒരു കൊച്ചുണ്ട്. അപ്പോൾ ആ കൊച്ചുള്ള കാര്യം ഈ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച കാര്യം, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ എനിക്ക് എല്ലാം അറിയുന്നൊരു കാര്യമാണെന്ന് ഗ്ലാമി ഗംഗ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ വൈറലാക്കി വിട്ട ആൾക്കാർക്ക് എല്ലാവരും വിളിച്ച് നിർത്തി നന്നായിട്ട് അങ്ങ് വാരി തെളിച്ച് എന്തപ്പോൾ പറയാം, നല്ല രീതിയിൽ അങ്ങോട്ട് കളിയാക്കി വിടുന്നുണ്ട്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളെ വൈറലാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങൾ വിചാരിച്ച് പോലും നോക്കില്ല. എന്നിട്ട് നമ്മുടെ അപ്പു, അതായത് ഗ്ലാമി ഗംഗയുടെ ഹസ്ബൻഡ് പറയാൻ, അപ്പു പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ്, എടാ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഞാൻ തന്നെയാണല്ലോ, നീ തന്നെയാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു പ്രൊമോഷന് ആവശ്യം എനിക്ക് വന്നില്ല. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങളെ പ്രൊമോഷനാണ് ചെയ്യുന്നത്, പക്ഷേ എനിക്കൊരു പ്രൊമോഷൻ ആവശ്യം വന്നേയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വൈറലായി. അതിനൊക്കെ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടവരെ, കളിയാക്കിയവരെയൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്ത ആൾക്കാരെയൊക്കെ നല്ല രീതിയിലൂടെ പുച്ഛിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് ഗ്ലാമി ഗംഗയും അതുപോലെ തന്നെ അപ്പു ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അവർ പറയുന്ന കാര്യത്തിലുള്ള ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഫേമസ് ആക്കി തന്നതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പഴയ ലൈഫിൽ വളരെ ഹാപ്പി അല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റത്തുകൊണ്ട് തന്നെ അവർ ആ വിവാഹമോചിതരായി. അങ്ങനെ എല്ലാ പാസ്റ്റും എല്ലാ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗ്ലാമി ഗംഗ ഇങ്ങനെ നമ്മുടെ അപ്പുവിനെ കെട്ടാൻ പോകുന്നതെന്നുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ ഗ്ലാമി ഗംഗ വ്യക്തമായിട്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർക്കുള്ളൊരു ആ കൊച്ച് എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഗ്ലാമി ഗംഗ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പുവിൻ്റെ ആ കൊച്ചിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എല്ലാത്തും റിമൂവ് ചെയ്ത് കളയാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വിഷയം വരുമ്പോഴേക്കും ഇത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ ഫോട്ടോ എല്ലാവരും എടുത്തിട്ട് തമ്പനിയിലാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഞാൻ തന്നെ അന്ന് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് ഇവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുമാത്രമല്ല, അപ്പോൾ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. എൻ്റെ ഒരു പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കൊരു കൊച്ചുണ്ടെന്നും ഞാൻ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ്ഡ് ആണെന്നും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരും പറ്റിക്കാനും കബളിപ്പിക്കാനും വേണ്ടി ഒന്നും ഇത് ചെയ്തതല്ല. ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് വ്യക്തമായി സ്ഫുടമായിട്ടുള്ള അവരുടെ ലവ് സ്റ്റോറി വരെ അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് മറുപടിയുമായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം, ഇവർ ചെയ്തതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.